ഹായ്, എല്ലാവർക്കും നമസ്കാരം. KR ഗോപാൽ, അടൂരാണ് സ്വദേശം. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. കാരണം ഒരു ഉൽപ്പാദകരിൽ നിന്നും ഇടനിലക്കാരും പരസ്യവുമില്ലാതെ ഉപഭോക്താവിൽ എത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം എങ്കിൽ മാത്രമേ അവിടെ ഗ്രോത്ത് ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ ഈ ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ആകുക? അതിന് ഒരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാം. സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പം സിസ്റ്റം എന്താണെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, കമ്പനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സിസ്റ്റം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ മാത്രമാണ് അത് മാർക്കറ്റുമായിട്ട് എത്രത്തോളം മേന്മയുള്ളതാണെന്നും അതിന് ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് ഗുണമുള്ളതാണോ, അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, അതുപോലെ തന്നെ മാർക്കറ്റിനെക്കാട്ടിൽ വിലക്കുറവാണോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. നിത്യോപയോഗ സാധനങ്ങളാണ്, നമുക്കെല്ലാം ആവശ്യമുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിനെക്കാട്ടിൽ ഗുണമേന്മയുള്ളതും ആരോഗ്യപരമുള്ളതുമാണ്, മാർക്കറ്റിനെക്കാട്ടിൽ വിലക്കുറവാണ്, 100% നമുക്കിത് വീണ്ടും വീണ്ടും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മറ്റുള്ളവരോട് പറയാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റത്തിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% ഇത് മറ്റുള്ളവരോട് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സിസ്റ്റം ഫോളോ ചെയ്യണം. എന്താണ് രണ്ടാമത്തെ സിസ്റ്റം? നമ്മൾ ആരോടാണോ അത് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു ലിസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കണം. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ മോശക്കാരല്ല എന്നുള്ളത് പല സമയത്തും നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു കല്യാണം വരുമ്പോൾ, ഒരു ബർത്ത്ഡേ പാർട്ടി വരുമ്പം, അല്ലെങ്കിൽ ഒരു പെരവാസ്തോലി വരുമ്പോഴൊക്കെ നമ്മളത് കൃത്യമായി ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്തിട്ടുള്ളവരാണ്, നമുക്കത് അറിയും. അതേപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മിനിമം ഒരു 50 പേരുടെയെങ്കിലും ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്, എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാം. അപ്പം മാക്സിമം ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കിയിരിക്കണം, സിസ്റ്റമാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാ ലിസ്റ്റ് ഉണ്ടാക്കിയേ? കൃത്യമായ ഒരു പർപ്പസ് വേണം. എന്തിനാണ് ഞാൻ ഈ ആർസ്യം ചെയ്യുന്നതെന്ന് ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. ഞാൻ ആർസ്യമിൽ വന്നതിന് ശേഷം എൻ്റെ കൃത്യമായ പർപ്പസ് ഉണ്ടായിരുന്നു. 3 മാസം കൊണ്ട് എനിക്ക് എൻ്റെ 1,00,000 രൂപയ്ക്ക് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കണം എന്നുള്ള ഒരു പർപ്പസോട് കൂടിയാണ് ഞാൻ ആർസ്യം ചെയ്തത്. പക്ഷെ 3 മാസം കൊണ്ട് അത് സാധിച്ചില്ല. പക്ഷെ 4-ാമത്തെ മാസം എനിക്ക് ആ സ്വർണം ആർസ്യമിലൂടെ കിട്ടിയ വരുമാനം കൊണ്ട് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, എനിക്കൊരു പുതിയ കാർ വേണം.
2022 ജനുവരിയിൽ ഡിക്ലെയർ ചെയ്തു 2023 ഞാനൊരു പുതിയ കാർ എടുക്കും. പറഞ്ഞുകൊണ്ടേയിരുന്നു, ഡിക്ലെയർ ചെയ്തുകൊണ്ടേയിരുന്നു. പല മീറ്റിങ്ങുകളിലും ഉറക്കെ വിളിച്ചു പറഞ്ഞു, എഴുതി വെച്ചു. 2023 ജനുവരി 23 ഞാൻ ഒരു പുതിയ കാർ എടുത്തിരിക്കും. അപ്പോൾ എൻ്റെ പർപ്പസ് ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2023 ജനുവരി 23 ഞാൻ 16 ലക്ഷം രൂപയുടെ സ്കോഡ കാർ പർച്ചേസ് ചെയ്തു. അതിന് പൈസ കൊടുത്തത് ആർസിഎമ്മിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ പർപ്പസ് ക്ലിയറായി. ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ പർപ്പസ് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഏത് പർപ്പസ് വേണമെങ്കിലും എഴുതാം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ സിസ്റ്റത്തിലെ കാര്യം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. ഇനി നാലാമതോ, നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കി വെച്ചു. ഈ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി വെച്ചവരെ കൃത്യമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കാനും കഴിയണം. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യതയോടുകൂടി, കാരണം ഈ ഇൻഡസ്ട്രിയെ പറ്റി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പലർക്കും പല തെറ്റിദ്ധാരണയും ഉള്ളത് കൊണ്ട് കൃത്യമായി ഇൻവിറ്റേഷൻ കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്താണ് കൃത്യമായ ഇൻവിറ്റേഷൻ? നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുവായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് നമ്മളെ പരിചയമുള്ള പ്രധാനപ്പെട്ട ആരെങ്കിലും ആയാലും അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് പോയോ കണ്ടിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, അതിന് എപ്പോഴാണ് നിങ്ങളുടെ സമയം എനിക്ക് തരാൻ പറ്റുക, 1-2 ഡേറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് സമയം ചോദിക്കാം. അങ്ങനെ ചോദിച്ചുകൊണ്ട് കൃത്യമായ ഒരു അപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയോ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണം. അവിടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പറ്റിയുള്ള പ്രൊഡക്റ്റോ മറ്റു കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. എനിക്ക് നിങ്ങളുമായിട്ട് പേഴ്സണലായിട്ട് ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്, എനിക്ക് അതിനു വേണ്ടി ഒരു അരമണിക്കൂർ സമയം തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം എന്ന് പറയുന്ന രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചർച്ച നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഇൻവിറ്റേഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുമായിട്ടത് കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത സിസ്റ്റത്തിലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്ത് തന്നെ അവരെ പോയി കണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇനി അത് നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ ലീഡറെയും കൂട്ടിപ്പോയി ആ കാര്യം വളരെ കൃത്യമായി നമ്മൾ ചെയ്യുക. അതാണ് നമ്മുടെ സിസ്റ്റത്തിലെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യമോ, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ മൊബൈലിലെ സിമ്മിൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏത് എയർടെൽ ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, ജിയോ ആയിക്കോട്ടെ, വോഡാഫോൺ ആയിക്കോട്ടെ, ഏത് സിം ആയാലും സമയം തീരാൻ പോകുന്നതിന് 3 ദിവസം മുമ്പ് ഫോളോ അപ്പ് നടക്കും. നിങ്ങളുടെ സമയം തീരാൻ പോകുന്നു, അപ്പം നിങ്ങൾ റീചാർജ് ചെയ്യുക. അത് കൃത്യമായി ഇനി തീർന്നു കഴിഞ്ഞാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ തീരാനായിട്ട് നിൽക്കത്തില്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ റീചാർജ് ചെയ്തിരിക്കും. കാരണം മൊബൈൽ ഇല്ലാതെ ഇന്ന് നമുക്ക് ഒരു കാര്യങ്ങളും മുമ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോളോ അപ്പ് നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കണം. ആരാണ് എപ്പോഴാണ് അവരുടെ മനസ്സ് മാറി നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ കാര്യങ്ങൾ ആരാണോ കൃത്യമായി ചെയ്യുന്നത് അവർക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകും. ആരാണോ ചെയ്യുന്നത് അവരുടെ മാത്രമേ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഇൻഡസ്ട്രി വളരാൻ തുടങ്ങും. ആ വളർച്ചയിലൂടെ നമ്മളും വളരും, നമ്മുടെ ടീം വളരും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസ് നമുക്ക് പൂർണ്ണമായിട്ടും പർപ്പസിൽ എത്തിച്ചേരാൻ പറ്റും. അതിന് ഏറ്റവും ഉതകുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ ഇപ്പം പറഞ്ഞു മനസ്സിലാക്കിയത്. ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.